പൈത്തൺ പ്രോഗ്രാമിംഗ്. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രാക്ടിക്കൽ ലബോറട്ടറി പൈത്തൺ പ്രോഗ്രാംസ് ആണ്. ഇന്നത്തെ പ്രോഗ്രാം നോക്കി, റൈറ്റ് എ പ്രോഗ്രാം ദാറ്റ് കമ്പൈൻസ് ദ ലിസ്റ്റ് ഇൻ ടു എ ഡിക്ഷണറി. ഇവിടെ ലിസ്റ്റുകളെ ഡിക്ഷണറി ആക്കി കൺവേർട്ട് ചെയ്യാം. രണ്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് ലിസ്റ്റിലെയും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്താക്കി മാറ്റാം, ഒരു ഡിക്ഷണറി ആക്കി ചേഞ്ച് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. അതിന് സോഴ്സ് കോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് അതിന്റെ സോഴ്സ് കോഡ്. നമുക്കിതൊന്ന് സേവ് ചെയ്യാം. ഫയലില് സേവ് ആസിൽ ഡോക്യുമെന്റ്സിനകത്ത് ഡിക്ഷണറി പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ്. പൈത്തൺ കോഡായി നോക്കാം. ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻഡെക്സ് 1 2 3 ഇൻഡെക്സ്. ലാംഗ്വേജസ് എന്ന് പറഞ്ഞ വേറെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പൈത്തൺ, സി, C++. ഇങ്ങനെ 3 വേരിയബിൾ ഉള്ള ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞ ലിസ്റ്റും അതുപോലെ 3 കണ്ടന്റ് ഉള്ള ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞ ലിസ്റ്റ്, രണ്ട് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ലിസ്റ്റ് കൊണ്ട് നമുക്ക് കമ്പൈൻ ചെയ്യണം, എന്നിട്ട് അത് ഡിക്ഷണറി ആക്കി മാറ്റണം. അപ്പോൾ ഡിക്ഷണറി എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തു. ഡിക്ഷണറി ഒരു വേരിയബിൾ ABC എന്നോ PQ പറഞ്ഞു കൊടുക്കാം. സോ ഡിക്ഷണറി ഈസ് ഈക്വൽ ടു ഡിക്റ്റ്. ഇത് കീവേഡ് ആണ്. ഡിക്റ്റ് നമ്മൾ കണ്ടിരുന്നു. ഡിക്ഷണറിന്റെ ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് ഡിക്റ്റ് എന്ന് കണ്ടിരുന്നു. ഡിക്റ്റ് ബ്രാക്കറ്റിനകത്ത് സിപ്പ് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോഡാണ്. ഏതൊക്കെയാ? ഇൻഡെക്സും ലാംഗ്വേജും. സോ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റും ലാംഗ്വേജ് എന്ന് പറഞ്ഞ ലിസ്റ്റും കൂടെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിപ്പ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് എന്താക്കി മാറ്റണം? ഡിക്ഷണറി ആക്കി മാറ്റണം. എന്നിട്ട് എവിടെ സേവ് ചെയ്യണം? ഡിക്ഷണറി എന്ന് പറഞ്ഞ ഈ ഒരു വേരിയബിളിൽ സേവ് ചെയ്യണം. അതാണ് ഈ കോഡ്. ഓക്കെ, ആ ഡിക്ഷണറി പറഞ്ഞ കോഡ് എന്ത് ചെയ്യും, നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കും വേണം. നോക്കാം, ഇത് ഇന്ന് റൺ ചെയ്യാം. ഇത് എവിടെയാണ് സേവ് ചെയ്ത ലൊക്കേഷൻ എവിടെയാ? അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഡിക്ഷണറി അല്ലെ, ഡിക്ഷണറി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഡിക്ഷണറി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് എഡിറ്റ് വിത്ത് IDLE, ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ലേണിംഗ് എൻവയോൺമെന്റ്. ഇതാണ് നമ്മുടെ ആ കോഡ്. നമ്മൾ വർക്ക് ചെയ്യുന്ന സോഴ്സ് കോഡാണ്. ഓക്കെ, രണ്ട് ഇൻഡെക്സ് പറഞ്ഞ ഒരു ലിസ്റ്റും ലാംഗ്വേജ് പറഞ്ഞ വേറെ ലിസ്റ്റും, ഇത് രണ്ടും കൂടെ ഒന്നിച്ചാക്കാൻ വേണ്ടി ഡിക്ഷണറി എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റിനകത്ത് ഈ ഒരു ഡിക്ഷണറി വേർഡ് ഇൻഡെക്സ് ചെയ്യണ ഒരു കണ്ടന്റ് സ്റ്റോർ ചെയ്യാം. ഓക്കെ, എന്താ ചെയ്യുന്ന നോക്കിയേ. ഇൻഡെക്സ് അതുപോലെ ലാംഗ്വേജ് ഈ രണ്ട് ലിസ്റ്റുകളെ സിപ്പ് ചെയ്യാൻ കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്തതിനു ശേഷം ഡിക്ഷണറി ആക്കി കൺവേർട്ട് ചെയ്യണം. അതാണ് ഡിക്റ്റ് കൊടുത്തത്. എന്നിട്ട് എവിടെ സ്റ്റോർ ചെയ്യണം? ഡിക്ഷണറി സ്റ്റോർ ചെയ്യണം. ആ ഡിക്ഷണറി നമുക്കിവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണം. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. റൺ മൊഡ്യൂൾ. ഓക്കെ, കണ്ട ഈ ഡിക്ഷണറിനകത്ത് റൺ ചെയ്ത് നോക്കിയേ. കാണിക്കാം. ഒന്നാമത്തെ ലിസ്റ്റ് ആണ് 1 പൈത്തൺ, 1 പൈത്തൺ. സെക്കൻഡ് 2 C, 2 C, 3 C++. ഇങ്ങനെ ഡിക്ഷണറി ബേസിൽ ഓരോന്ന് കൺവേർട്ട് ചെയ്തിട്ട് ഡിക്ഷണറി നമ്മൾ എന്തായാലും ഫസ്റ്റ് ഡാറ്റ ടൈപ്പിന്റെ ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതേപോലെ ഇങ്ങനെയാണ് മെൻഷൻ ചെയ്യുക. ഡിക്ഷണറി ആദ്യം ഒരു കണ്ടന്റ് ആയിരിക്കും, നെക്സ്റ്റ് കണ്ടന്റ്. അന്ന് നമ്മൾ പറഞ്ഞ പ്രോഗ്രാമിന്റെ അകത്തുണ്ടായിരുന്നത് നെയിം ജോൺ, ഏജ് 21 ആ രൂപത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു വാല്യൂ രണ്ടാം വാല്യൂ. ഇത് നമ്മൾ തിരിച്ചു കൊടുക്കട്ടെ. ഈ കോഡ് ഇവിടെ മാറ്റാം നമുക്ക്. ലാംഗ്വേജ് എന്നുള്ളത് ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, ലാംഗ്വേജ് അവിടെ സെമി കോമ ഇൻഡെക്സ് ഇങ്ങനെ കൊടുത്തു, തിരിച്ചു കൊടുത്തു, സേവ് ചെയ്തു. ഒന്ന് റൺ ചെയ്ത് നോക്കാം. റണ്ണ്. ഇപ്പൊ നോക്കിയേ, പൈത്തൺ 1 C 2 C++3 ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പൊ നമ്മൾ കമ്പൈൻ ചെയ്തു, അതിനെ ഡിക്ഷണറി രൂപത്തിലേക്ക് മാറ്റം ചെയ്തു. ഓക്കെ അല്ലേ? സോ നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.